ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന കാലം ഒരാൾ എന്തോ ചില്ലറ പരാതിയുമായി ഖലീഫയെ സമീപിച്ചു. അലി റളിയല്ലാഹു അൻഹു ആണ് പ്രതിസ്ഥാനത്തുള്ളത്. അദ്ദേഹം രണ്ടുപേരെയും വിളിപ്പിച്ചു. ശേഷം കോടതിയിൽ വെച്ച് കേസ് വിസ്താരം നടക്കുകയാണ്. ഇടക്ക് ഉമർ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അബുൽ ഹസനെ, അങ്ങൊന്ന് എൻ്റെ ഭാഗത്തു നിന്ന് മാറി താങ്കളുടെ എതിരാളി ഇരിക്കുന്ന ഭാഗത്ത് പോയി ഇരിക്കുക. പെട്ടെന്ന് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മട്ടുമാറി. മുഖം വിവർണമായി. അത് ക്ഷോഭം കൊണ്ട് തുടുത്തു. ഉമർ റളിയല്ലാഹു അൻഹുവിന് സ്വാഭാവികമായും മനപ്രയാസമുണ്ടായി. മാറി നിൽക്കാൻ പറഞ്ഞത് അലിക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല. അദ്ദേഹം സംശയിച്ചു. കോടതി വ്യവഹാരം സമാപിച്ചു. വിധിയും തീർപ്പും അതിൻ്റെ വഴിക്ക് നടന്നു. അനന്തരം ഉമർ റളിയല്ലാഹു അൻഹുവിന് തോന്നി, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ ചെന്ന് മാപ്പ് പറഞ്ഞാൽ നന്നായിരിക്കും. അങ്ങനെ അദ്ദേഹം പോയി. അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ട് തൻ്റെ തെറ്റ് ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കെ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇടപെട്ടു. ഉമറെ, മാറി നിൽക്കാൻ പറഞ്ഞതിനല്ല ഞാൻ ദേഷ്യപ്പെട്ടത്. മറിച്ച് കോടതിയിൽ വെച്ച് താങ്കൾ എന്നെ അബുൽ ഹസൻ എന്ന് വിളിച്ചല്ലോ. അത് ആളുകൾ എന്നെ ആദരവോടെയും സ്നേഹത്തോടെയും വിളിക്കുന്ന പേരാണ്. എന്നെ അങ്ങനെ വിളിച്ചപ്പോൾ താങ്കൾ എൻ്റെ ഭാഗത്തു ചേർന്ന് എൻ്റെ എതിരാളിക്ക് നീതി ലഭിക്കാതെ പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെട്ടത്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വിശദീകരണം കേട്ട ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നെറ്റിത്തെറിച്ചു പോയി. വേഗം അദ്ദേഹത്തിൻ്റെ നെറ്റിത്തടത്തിൽ ഒരു മുത്തം കൊടുത്തിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബുൽ ഹസൻ, താങ്കളെപ്പോലുള്ളവരിൽ നിന്നാണ് ഞങ്ങൾക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം കിട്ടിയിട്ടുള്ളത്. അള്ളാഹുവിനാണ് സ്തുതി. അൽഹംദുലില്ലാ. ഈ ചരിത്ര ശകലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ മുൻഗാമികളായ ആളുകൾ കാണിച്ച സൂക്ഷ്മതയാണ്. ഒരു വാക്കുകൊണ്ട് പോലും തന്നെ പരിഗണിക്കൽ കൊണ്ട്, അതല്ലെങ്കിൽ തന്നെ ബഹുമാനിക്കൽ കൊണ്ട് മറ്റൊരുവൻ്റെ നീതി നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ അവൻ്റെ മനസ്സിന് വിഷമം സംഭവിക്കുമോ എന്ന് ആലോചിച്ച് അത് കാരണം നാളെ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ പ്രയാസപ്പെടുമോ എന്ന ഭയത്താൽ തനിക്ക് കിട്ടുന്ന പരിഗണന പോലും വേണ്ടെന്ന് വെച്ച മഹത്തായ ഉദാത്തമായ മാതൃക. യഥാർത്ഥത്തിൽ വിട പറയുന്ന ഈ വിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ നാം ഓരോരുത്തരും നേടിയെടുക്കേണ്ടതും ഇത്തരം സൂക്ഷ്മതയാണല്ലോ, അഥവാ തഖ്വ എന്ന അതിമഹത്തായ ഒരു സ്വഭാവം. നോമ്പുകൊണ്ട് നമുക്കുണ്ടാവേണ്ടതും അത് തന്നെയാണല്ലോ. അല്ലാഹു മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.